വെക്കുന്നു തനത് ഫണ്ടിന്റെ. അതിന്ന് അപ്പോൾ വരുമാനം ഉണ്ടല്ലോ അല്ലേ? ഈ വരുമാനം, ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്നുള്ളത് കുടുംബശ്രീക്കാണ്. അതായത് നമ്മുടെ വെർമി കമ്പോസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന പൂർണ്ണമായ വരുമാനവും കുടുംബശ്രീക്ക് നൽകുകയാണ്. അതുപോലെ തന്നെ ഈ കാസർഗോഡ് സോഷ്യൽ സർവീസ് സൊസൈറ്റി അതിൻ്റെ പരിപാലനത്തിനുള്ളത് അതും നമ്മുടെ പ്ലാൻ ഫണ്ട് ഒക്കെ തന്നെ വെച്ചുകൊണ്ടാണ് അത് നൽകുന്നത്. അല്ല, ഈ ശേഖരിക്കാനുള്ള ട്രക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതെല്ലാം നമ്മുടെ തനത് ഫണ്ട് കൊണ്ടാണ്. അത് പ്ലാൻ ഫണ്ട് കൊണ്ടാണ്. തനത് ഫണ്ട് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ പകുതിയോളം തുക, ഓൺ ഫണ്ടിൻ്റെ പകുതിയോളം തുക ഈ ഒരു പ്രവർത്തനത്തിന് മാത്രമായിട്ട് വേണ്ടി വരുമ്പോൾ മറ്റ് ചുമതലകൾ നിർവഹിക്കാനുള്ള പ്രയാസം ഉണ്ടാവില്ലേ? മറ്റ് തുകകളും നമ്മൾ വിനിയോഗിച്ചു തന്നെ വരികയാണ്. അതായത് നമ്മുടെ പ്ലാൻ റോഡിന്റെ കാര്യത്തില് എത്ര കിലോമീറ്റർ റോഡിന്റെ ചുമതല മുനിസിപ്പാലിറ്റിക്കാണ്? ചെറുതും വലുതുമായി ഏകദേശം 257 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള റോഡുകളുണ്ട്. അതിൽ ഏകദേശം നമ്മുടെ ഈ കഴിഞ്ഞ 4.5 വർഷക്കാലം കൊണ്ട് ഏകദേശം ഒരു 89% റോഡുകൾ നമുക്ക് നവീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്ലാൻ ഫണ്ട്, നമ്മുടെ ഓൺ ഫണ്ട്, റോഡ്സ് മെയിൻ്റനൻസ് ഗ്രാൻഡ്, റോഡ്സിന്റെ ഫണ്ടുണ്ട്. നല്ല റോഡുകളാണോ? നല്ല റോഡുകൾ. അതുപോലെ അതോടൊപ്പം തന്നെ MLA ഫണ്ട്, MB ഫണ്ട്, ഫ്ലഡിന്റെ ഫണ്ട് തുടങ്ങിയതിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന ചില കക്ഷികൾ ഈ ഭാഗത്തുണ്ട്. അതുകൊണ്ടാണ് സൂക്ഷിച്ച് പറയണം. അതെ, ഇനിയും നമുക്ക് പരിഹരിക്കപ്പെടാം. ഞാൻ പറഞ്ഞില്ലേ, 89% റോഡുകൾ നന്നാക്കി മെയിൻ്റനൻസ് നടത്തിയിട്ടുണ്ട്. ആറ്റിങ്ങൽ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം സുസ്ഥിര വികസനത്തിലെ ഇപ്പോഴുള്ള പ്രധാന ശ്രമകരമായിട്ടുള്ള കാര്യം എന്താണ്? സുസ്ഥിര വികസനത്തിൽ പ്രധാനമായിട്ടുള്ള അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക എന്നുള്ള രീതിയിൽ നേരത്തെ തന്നെ EMS ഭവന പദ്ധതി വരുന്നതിന് മുന്നേ തന്നെ സമ്പൂർണ്ണമായും വീടില്ലാത്ത മുഴുവൻ പേർക്കും പദ്ധതി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ IHSDB പദ്ധതി നമ്മൾ ആദ്യം തുടക്കമിട്ടു. അത് 1ാം ഘട്ടത്തിൽ നമുക്ക് 1,56,00,000 രൂപ അനുവദിച്ചു വന്നിട്ടുണ്ട്. അതിൽ 156ഓളം ഭവനങ്ങളാണ് ആദ്യഘട്ടത്തിലുള്ളത്. 2ാം ഘട്ടത്തിലും അതിൻ്റെ പ്രോജക്റ്റ് തയ്യാറാക്കി വരികയാണ്. അതോടൊപ്പം തന്നെ വാംബെ പദ്ധതിയിലൂടെ 86 പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം നൽകുന്നതിന് വേണ്ടി കഴിഞ്ഞു. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ജനറൽ ഭാഗത്തിന് ഭൂമി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി കേരളത്തിൽ ആദ്യം നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജനറൽ ഭാഗത്ത് സാധാരണ SCP ഭാഗത്തിന് വേണ്ടി പ്രത്യേകമായ പ്രോജക്റ്റ് DPC അംഗീകരിച്ചു തരും. ജനറൽ ഭാഗത്തിന് ഭൂമി വാങ്ങിച്ചു കൊടുക്കുന്ന പ്രോജക്റ്റ് അംഗീകരിക്കുന്നതിന് ഒട്ടേറെ കടമ്പകൾ കിടക്കേണ്ടതുണ്ട്. 64ഓളം വരുന്ന ജനറൽ ഭാഗത്തിലുള്ള പാവപ്പെട്ടവർക്ക് ആ ഭൂമി വാങ്ങിച്ച് നൽകുന്ന ഒരു പ്രോജക്റ്റ് നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രധാന ഒരു വികസനമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഈ പാവപ്പെട്ടവർക്ക്, അവർക്ക് ഈ കണ്ണ് കാണാത്തവർക്ക്, ചെവി കേൾക്കാത്തവർക്ക്, അവർക്കൊക്കെ തന്നെ ചലനോപകരണം, അത് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണുമായി ചേർന്നുകൊണ്ട് നമുക്ക് അത് വലിയൊരു ക്യാമ്പായി തന്നെ നടത്തിക്കൊണ്ട് കഴിഞ്ഞ 4 വർഷമായി നമ്മൾ നടത്തുകയാണ്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു മഹത്തരമായ, അതിൽ കഴിഞ്ഞ 4 വർഷമായി നമ്മുടെ കണക്കനുസരിച്ച് 176 പേർക്ക് നമുക്കത് നൽകുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വീൽ ചെയർ, കണ്ണട, മറ്റുള്ള ഈ വികലാംഗർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നൽകുവാൻ വേണ്ടി കഴിഞ്ഞു. നഗരസഭയുടെ കെട്ടിടങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് സൗഹൃദമുള്ള രീതിയിലാണോ പണിഞ്ഞിരിക്കുന്നത്? നഗരസഭ കയറ്റിക്കൊണ്ടു പോകാനൊക്കെ അതെ, നമ്മൾ ഇപ്പോൾ നിലവിൽ കെട്ടുന്ന ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ കെട്ടിയിട്ടുള്ള ലൈബ്രറി റോഡുമായി ചേർന്ന് തന്നെ ഒരാൾ ആർക്കും വന്ന് കയറത്തക്ക രീതിയിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയതായി നിർമ്മിക്കുന്ന ആറ്റിങ്ങൽ മാർക്കറ്റിലെ നിർമ്മാണ പദ്ധതിയിൽ അത് നിർബന്ധമാക്കിയിട്ടുണ്ടോ? അംഗവൈകല്യമുള്ളവർക്ക് വേണ്ടി സൗഹൃദമുള്ള രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളത്? അങ്ങനൊരു പ്രത്യേകമായ കൗൺസിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. നമ്മുടെ കെട്ടിടങ്ങളിൽ നമ്മൾ അങ്ങനെ ആണ് അത് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഈ പ്ലാൻ ഫണ്ട് വളരെ കുറവാണ്. തനത് ഫണ്ടിൻ്റെ പകുതിയോളമേ പ്ലാൻ ഫണ്ട് കിട്ടുന്നുള്ളൂ. അതിനെക്കുറിച്ച് നിങ്ങൾ വിശകലനം, എന്തുകൊണ്ടാണ് അങ്ങനെയല്ല? മിക്ക സ്ഥലത്തും അല്ല, അത് ആ ഒരു വിഷയം നമ്മുടെ ബഹുമാനപ്പെട്ട കേരള സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട്, വർക്കല, നെയ്യാറ്റിൻകര എന്നീ 3 നഗരസഭകളുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്ലാൻ ഫണ്ട് കുറച്ചാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്ലാൻ ഫണ്ടിൽ വർധനവ് നൽകണമെന്നുള്ള രീതിയിൽ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അടക്കം നമ്മുടെ നിവേദനം ഈ കൗൺസിൽ കാലാവധിക്കുള്ളിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അതിനെതിരല്ല, പക്ഷെ നിങ്ങൾക്ക് അത്രയും ജനസംഖ്യ അത്രയേ ഉള്ളൂ, 44,000 ജനങ്ങളേ ഉള്ളൂ. അതിൽ കൂടുതൽ ജനങ്ങളുള്ള പഞ്ചായത്തുകൾ തന്നെയുണ്ട്. മറ്റ് ഘടകങ്ങളൊക്കെ നോക്കിയിട്ടാണല്ലോ, അല്ലാണ്ട് നിങ്ങളെ അങ്ങ് പ്രത്യേകിച്ച് ശിക്ഷിക്കുകയല്ലോ. അങ്ങനെയല്ല, കൂടുതൽ വികസന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി
ഉള്ള ജനങ്ങളെ കൂടുതൽ പിഴിയുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് തനത് ഫണ്ട് കൂടുകയും പ്ലാൻ ഫണ്ട് കുറയുകയും ചെയ്യുന്നത് ശരിയല്ല. കാരണം നിങ്ങളുടെ പദ്ധതികൾക്ക് പലതും ഇപ്പോൾ നിങ്ങളുടെ ഈ മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയുള്ള പദ്ധതികൾ വളരെ ശ്ലാഘനീയമാണ്. പക്ഷേ അത്തരം പദ്ധതികൾക്ക് വേണ്ടി നിങ്ങളെ തനത് ഫണ്ടിൻ്റെ ബഹുഭൂരിഭാഗവും നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് പ്ലാൻ ഫണ്ട് തീർച്ചയായും കൂട്ടണം. അതിനുള്ള പ്രവർത്തനം നടത്തേണ്ടത് മുനിസിപ്പൽ കൗൺസിലിൻ്റെ ഒരു വലിയ കടമയാണ്. ഈ ജൈവവളം വരുന്നത് അത് പൂർണ്ണമായിട്ടും കുടുംബശ്രീക്ക് വിട്ടുകൊടുക്കുകയാണോ? കുടുംബശ്രീക്കും മറ്റേ കാസർഗോഡ് സൊസൈറ്റിക്കും വിട്ടുകൊടുക്കുകയാണോ? അതിൻ്റെ വരുമാനം മുഴുവനും? വരുമാനം കുടുംബശ്രീക്കാണ്. എത്ര രൂപ ഒരു ഉദ്ദേശം? എത്ര രൂപയാണ്? CDS പ്രസിഡന്റ് കിലോ വളത്തിന് 8 രൂപയാണ്. അപ്പോൾ ആ ക്യാഷ് അവർ തന്നെ എടുക്കുവാണ്. എത്ര കിലോ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം എത്ര കിലോ വളം വണ്ടിട്ട് കഴിഞ്ഞാൽ 35 ദിവസം കൊണ്ടാണ് അത് വളമാവുന്നത്. ആ വളമായി കഴിഞ്ഞാൽ അത് ഉദ്ദേശം അല്ല, ഒരു മാസത്തിൽ 500 കിലോ വളം ഉണ്ടാവും ഒരു ദിവസത്തത്. അപ്പൊ അങ്ങനെ ഒരു 35 ദിവസം കഴിയുമ്പോൾ എന്നും ഇതുപോലെ 500 കിലോ വളം കിട്ടുമോ? എന്നും കിട്ടത്തില്ല. ഒരു മാസത്തിൽ ഒരു ദിവസം 100 കിലോ വളം കിട്ടും. ഒരു ദിവസം 100 കിലോ വളം കിട്ടും. 100 കിലോ വളം. ഒരു മാസം ശരാശരി ഒരു സ്ത്രീക്ക് എന്ത് വരുമാനം കിട്ടും? 5000 രൂപ ഇപ്പൊ കിട്ടും. 5000 രൂപ കിട്ടും. പൊതുവെ എല്ലാ നഗരങ്ങളിലും വരുന്ന ഒരു വലിയൊരു ഇഷ്യൂ ആണ് വളരെ പ്രായം കൂടിയ ആൾക്കാരുടെ ഒരു ഇത് ജീരിയാട്രിക് ഇഷ്യൂസ്. അപ്പോൾ വൃദ്ധസദനം എന്തെങ്കിലും മുനിസിപ്പാലിറ്റി? ആറ്റിങ്ങൽ വൃദ്ധസദനമുണ്ട്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. എത്ര പേര് താമസമുണ്ട് അവിടെ? വൃദ്ധസദനത്തിൽ ഏകദേശം 14 പേർക്ക് താമസിക്കാൻ കഴിയുന്ന വൃദ്ധസദനത്തിന്റെ പണിയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിന്റെ ബൈല ഗവൺമെന്റ് അംഗീകാരം വന്നതിന് ശേഷമാണ് നമുക്കത് തുറക്കാൻ വേണ്ടി കഴിയുന്നത്. ഗവൺമെന്റിൽ ബൈല നൽകിയിരിക്കുകയാണ്. പ്രധാനമായിട്ട് ചോദിക്കാനുള്ളതെന്ന് അത് ചോദിച്ചിട്ട് ഫലമില്ലാന്ന് എനിക്കറിയാമെങ്കിലും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, മദ്യത്തിന്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് അവിടെ? അവിടെ ഇപ്പോൾ മദ്യപാനം ഇല്ല എന്ന് പറയുന്നില്ല. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കില്ല. അങ്ങനെയൊന്നും നിർമ്മാർജ്ജനം അത് എക്സൈസുമായി ചേർന്നുകൊണ്ട് നമ്മൾ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ മാതൃകാപരമായ ഒരു പ്രവർത്തനം സംഘടിപ്പിച്ചത് പ്രൊഫസർ മുതുകാട് അദ്ദേഹത്തിനെ കൊണ്ട് ഒരു വലിയ മാജിക് ഷോ എക്സൈസും നഗരസഭയും ചേർന്ന് സംയുക്തമായിട്ട് ചേർന്ന് നടത്തുന്നുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ തന്നെ സെമിനാറുകൾ, മറ്റുള്ള ബോധവൽക്കരണ മദ്യത്തിന്റെ ഉപയോഗം കൊണ്ട് ചില എന്താ പറയുക സമൂഹത്തിലെങ്കിലും അതൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടോ, അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പ്രത്യേകിച്ചും പാവപ്പെട്ട കുടുംബങ്ങളിൽ അതുകൊണ്ട് അവർക്ക് പ്രയാസങ്ങൾ നേരിടുന്നുണ്ടോ? പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. ചില പരാതികളൊക്കെ തന്നെ വ്യാപകമായില്ല എന്നെങ്കിലും വളരെ ചുരുങ്ങിയ പരാതികളൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട്. എല്ലാ വാർഡുകളിലും ജാഗ്രതാ സമിതികളിലൂടെ അത് ജാഗ്രതാ സമിതിയെ പറ്റി പറഞ്ഞിട്ട് കേൾക്കണം. ജാഗ്രതാ സമിതിയെ പറ്റി ഒന്ന് പറയുക. ജാഗ്രതാ സമിതികൾ വാർഡ് തലത്തിലാണ് നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. വാർഡ് കൗൺസിലർ ചെയർമാനും ഒരു അംഗൻവാടി ടീച്ചറോ അതുപോലെയുള്ള ആളുകളോ കൺവീനറുമായിട്ടുള്ള 21 പേരടങ്ങുന്ന സമൂഹത്തിലെ വിവിധ തുറകളിൽ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകൾ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. പരാതി ധാരാളം വരാറുണ്ട്. ആ പരാതികൾ യഥാസമയം പരിഹരിക്കാറുമുണ്ട്. അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ മദ്യ വിപത്തൊക്കെ ഉണ്ട്, സ്ത്രീകളൊക്കെ പുറത്തു പറയാതിരിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ. ശരാശരി ഒരു എത്ര പരാതി വരും ഒരു മാസത്തിൽ? ശരാശരി വാർഡുകൾ നോക്കിയാൽ നമുക്കൊരു 10-20 പരാതികൾ എങ്കിലും നമുക്ക് കിട്ടാറുണ്ട്. പരിഹാരം കാണാൻ ഒക്കാറുണ്ട്? എല്ലാവരും കണ്ടുമുട്ടാറുണ്ട്. ചെറിയ പരാതികളൊക്കെ വരുള്ളൂ. അത് നമ്മളെല്ലാം തന്നെ അങ്ങ് സോൾവ് ചെയ്ത് വിടേണ്ടിയിരുന്നത്. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിക്കകത്ത് വേറെ വലിയ പരാതിയൊന്നുമില്ല. അല്ല, ഈ മദ്യം കൊണ്ട് എല്ലാ ദിവസവും വീട്ടിൽ വഴക്കും ബഹളവും അടിപിടിയാണ്, പട്ടിണിയാണ്, പീഡനമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് വിധത്തിൽ അത് പരിഹരിക്കുന്നു? അങ്ങനെ ഇതുവരെയും പറഞ്ഞിട്ടില്ല. അയ്യോ, അവർ പേടിച്ച് പറയാത്താണെന്ന് അറിയാലോ. അങ്ങനെ പറഞ്ഞിട്ടില്ല അവര്. ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ വരുന്നത് പറയും, നമ്മളെ കൊണ്ടൊക്കത്തൊക്കെ നമ്മൾ. കേരളത്തിലെ സ്ത്രീകളുടെ ഇപ്പൊ ഏറ്റവും വലിയ കുടുംബ പ്രശ്നം മദ്യമാണ്. അവർ പറയുന്നില്ലെങ്കിൽ അവരത് സഹിക്കുന്നു എന്നർത്ഥം. പറഞ്ഞ പടി വീണ്ടും കിട്ടുമെന്നറിയാം. അതുകൊണ്ട് ജനമൈത്രി പോലീസ് സംവിധാനത്തിലൂടെ വരുമ്പോൾ അവരുടെ തന്നെ ജാഗ്രതാ സമിതികളുണ്ട്. അപ്പോൾ അത് വനിതാ പോലീസും അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധികളും എല്ലാം കൂടെ വന്നുകൊണ്ട് ഏകദേശം ഇത് സംരംഭം ആഗസ്റ്റ് 19-നാണ് തുടങ്ങിയത്. ഇതിനകം തന്നെ ഏകദേശം 7ഓളം പരാതികൾ പൂർണ്ണ തോതിൽ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് അഡിക്റ്റായ ആളിനെ നമ്മൾ നഗരസഭ ജനമൈത്രി സംവിധാനത്തിലൂടെ തന്നെ ലഹരി വിമുക്ത കേന്ദ്രത്തിലടക്കം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ലഹരി വിമുക്ത കേന്ദ്രം ഉണ്ടോ അവിടെ? അവിടെ ഇല്ല. നെടുമങ്ങാട് അടുത്തുള്ള പ്രൈവറ്റ് അല്ലേ അത്? അത് പ്രൈവറ്റ്. അവിടെ തുടങ്ങരുതേ ഒന്ന്. അത് നമ്മുടെ പരിഗണനയിലുണ്ട്. അഡിക്ഷൻ സെന്ററും ഇവരുടെ റീഹാബിലിറ്റേഷനും സ്ത്രീകളുടെ പരാതികൾ പരിഹരിക്കാനുള്ള ഒരു സെല്ലും ഒക്കെ കൂടെ അത്തരം ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമുക്ക് മാർക്സിലേക്ക് കിടക്കാം. കണ്ണമാഷേ.